ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വേൾഡ് ഓഫ് സൗന്ദര്യ. ഞാൻ സിന്ധു. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖം. ഇന്ന് ഞാനൊരു പ്രത്യേക സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. എന്താണെന്നല്ലേ, നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഇന്നത്തെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ട്രാവലിംഗ്. ഒഫീഷ്യൽ ട്രാവലിംഗ് ഉണ്ടാവാം, നമ്മുടെ പേഴ്സണൽ ഫാമിലി ട്രാവലിംഗ് ഉണ്ടാവാം, പേഴ്സണൽ എൻ്റർടൈൻമെൻറ്റ്, പിൽഗ്രിം, അങ്ങനെ ഒരുപാട് ട്രാവലിംഗ്. ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒരു രീതിയിലും നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ട്രാവലിങ്ങിൽ സപ്പോസ് നമ്മളിപ്പോൾ ഒരിടത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ട്രാവൽ ചെയ്യും. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുത്തില്ല എന്ന് റിയലൈസ് ചെയ്യുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ? വളരെ ബോറായിരിക്കും അല്ലേ? എന്നെയൊക്കെ സംബന്ധിച്ചോളാണെങ്കിൽ കംപ്ലീറ്റ് മൂടും പോയി ആകെ നാശമാകും ഇത്. പിന്നെ ആകെപ്പാടെ കരഞ്ഞു കൊളായി നാശമാകാൻ വേറെ യാതൊരു കാരണവും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ എനിക്കറിയാം, എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട്, ഞാൻ അതെടുക്കാൻ മറന്നുപോയി, ഇതെടുക്കാൻ മറന്നുപോയി. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് എത്ര ഇതൊക്കെ ചെയ്ത് ട്രാവൽ ചെയ്താലും അവസാനം ലാസ്റ്റ് മിനിറ്റിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഓരോ ട്രാവലിങ്ങിനെയും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വെൽ പ്രിപ്പയർഡ് ആയിട്ട്, സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഉള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റാണിത്. നമ്മൾ ഓരോരുത്തരുടെയും ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളെന്ന് നമുക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് കണ്ടു നോക്കാം. അതിനു മുമ്പായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകളുമായി വരാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ഓരോ പുതിയ എപ്പിസോഡ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓൾ എന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് വീഡിയോ കണ്ടതിന് ശേഷം എന്നെ അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിതായി കാണുന്ന ബ്ലാക്ക് കളർ പെട്ടിക്കകത്താണ് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പോകുന്നത്. ഷോർട്ട് സ്റ്റേക്കേഷനാണ്. സോ അതായത് നമുക്കൊരു 1 നൈറ്റ് സ്റ്റേക്ക്, ഒരു 2 days 1 night, ഒരു 2 പകലും 1 രാത്രിയും മാത്രമുള്ള സ്റ്റേക്കുള്ള ക്വിക്ക് പാക്കിംഗ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. ഒരു കുഞ്ഞു പെട്ടിയാണ്. ഈ പെട്ടിക്കകത്ത് ഞാനിപ്പോൾ ആകെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പൗച്ചിൽ കുറച്ച് മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ആൻറ്റി ബാക്ടീരിയൽ വൈപ്സും ഉണ്ട്. കാണിച്ചു തരാം. ഇതാ, ഒരു പൗച്ചിൽ കുറച്ച് മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കൊറോണ ടൈം ആയതുകൊണ്ട് മാസ്ക് എക്സ്ട്രാ കയ്യിൽ കരുതണമല്ലോ. ഇത് ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് ആണ്. കണ്ട, ഇത്രയും മാത്രമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ആകെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന് കരുതി. കാരണം ഒരുപാട് പേർക്ക് പെട്ടെന്നുള്ള ക്വിക്ക് പാക്കിംഗ് ഒരു വലിയ തലവേദനയാണ്. പല സാധനങ്ങളും എടുത്തു വെച്ചില്ല എന്നുള്ളൊരു ടെൻഷൻ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഒഴിവാക്കാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞങ്ങളൊരു ചെറിയ ഒരു റിസോർട്ടിലാണ് പോകുന്നത്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, ബീച്ചുണ്ട്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് പൂളിൽ ഇറങ്ങണം അല്ലെങ്കിൽ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി കുറച്ച് സ്വിമ്മിംഗ് സ്യൂട്ടുകളാണ് എല്ലാവരുടെയും, ഞങ്ങളുടെ 3 പേരുടെയും സ്വിമ്മിംഗ് സ്യൂട്ട് ഇതിനകത്തുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും സ്വിമ്മിംഗ് സ്യൂട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പൗച്ചിനകത്താക്കിയേക്കാണ്. നിങ്ങൾ ഈ കണ്ടോ, ഈ പൗച്ച്, ഇത് ആക്ച്വലി ലോണ്ടറി പൗച്ചാണ്. അപ്പം ഞാൻ ഈ ലോണ്ടറി പൗച്ച് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന തുണികൾ നമ്മൾ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ പൗച്ചിനകത്ത് തന്നെ ഇത് വെച്ചാൽ മതി. ഒരു കാരണവശാലും എൻ്റെ പെട്ടിക്കകത്തുള്ള മറ്റുള്ള ഒരു തുണിയും ചീത്തയാവില്ല, നനയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ലോണ്ടറി പൗച്ചിനകത്ത് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഞാൻ എല്ലാം കുറേ പൗച്ചിനകത്തൊക്കെയാണ്. ഇവിടെ കണ്ടോ, എല്ലാം ഓരോരോ പൗച്ചുകളിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള പൗച്ചുകൾ നിങ്ങൾക്ക്, ഞാനിത് വാങ്ങിച്ചത് ലുലുവിൽ നിന്നാണ്. പക്ഷേ ആമസോണിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ട്രാവലിംഗ് പൗച്ചുകൾ
പൗച്ചുകൾ നിങ്ങൾക്ക് കിട്ടും. ട്രാവൽ പൗച്ചൊക്കെ ആമസോണിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഒരു 2 സെറ്റ് പൗച്ച് ഇതുപോലെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴും ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം എൻ്റെ പെട്ടിക്കകത്തേക്ക് വെക്കുന്നത് വെള്ളത്തിൽ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അത് ഞാൻ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അടുത്തത് വെള്ളത്തിലിറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ടവൽസ്. ഇതാ, ഇത് 2 കള്ളിയുള്ള ടവൽസിൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ ഞാൻ മോളുടെ ടവലാണ് വെച്ചിരിക്കുന്നത്. മോൾക്ക് വേണ്ടിയുള്ള ടവലുകൾ വെച്ചിട്ടുണ്ട്. ഒരു 2 പെയർ ടവൽ വെച്ചിട്ടുണ്ട്. കാരണം പിള്ളേരല്ലേ, ചിലപ്പോൾ കൂടുതൽ ആവശ്യം വന്നേക്കും. ഇവിടെ ഞങ്ങളുടെ 2 പേർക്കുള്ള ടവലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഫേസ് ടവൽ ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ ടവലുകൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നു. കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ടവലുകളെല്ലാം എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത പൗച്ച് നമ്മൾ ടവലുമായിട്ട് അതിനകത്ത് ആ ടവലിൻ്റെ പൗച്ച് സെറ്റ് ചെയ്തു. അടുത്തത് വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നർ ഗാർമെൻറ്റ്സ് എല്ലാം നനയും. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം വേണം. ഇത് കണ്ടോ, പുറത്ത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇന്നർ ഗാർമെൻറ്റ്സ്, സോക്സ് എല്ലാം വെക്കാനുള്ള പൗച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇന്നർ ഗാർമെൻറ്റ്സ് എല്ലാമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ 3 പേരുടെയും ഞങ്ങളുടെ 2 പേരുടെയും ഇന്നർ ഗാർമെൻറ്റ്സ് പ്ലസ് അതിൻ്റെ കൂടെ മോള് ആക്ച്വലി ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ആയി തുടങ്ങി. എന്നാലും ഞാനൊരു എമർജൻസിക്ക് എന്നുള്ള രീതിയിൽ 3rd പോർഷനിൽ കുറച്ചൊരു 5-6 ഡയപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാമായി. ഇനി ഇതിനകത്ത് വേറൊന്നും പ്രത്യേകിച്ച് എടുത്ത് വെക്കാനില്ല. ഞങ്ങളുടെ ഇന്നർ ഗാർമെൻറ്റ്സ് എല്ലാവരുടെയും 2 പേരുടെയും ആയി. അപ്പോൾ ഇത് ഞാൻ ഈ പെട്ടിയുടെ സൈഡിലേക്ക് വെക്കുക. അതവിടെ ഒതുങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അത്രയും സാധനങ്ങൾ കഴിഞ്ഞു. ഇനി ഈ ഫുൾ പൗച്ചിനകത്ത് എൻ്റെ മോളുടെ സാധനങ്ങൾ മാത്രമാണ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മൾ സാധനങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങുമ്പോൾ ഓരോരുത്തരുടെ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ട് എടുത്തു വെക്കുക. അപ്പം നമുക്ക് വിട്ടുപോകില്ല ഒരാളുടെ സാധനം. ഇപ്പം ഞാൻ മോളുടെ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ മോക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണ് അടുത്ത ആളുടെ ഹസ്ബൻഡിൻ്റെ സാധനങ്ങൾ എടുത്തു വെക്കാൻ ഞാൻ പോവുള്ളൂ. ഇതിനകത്ത് മോക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളുണ്ട്, അവളുടെ പുറത്ത് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളുണ്ട്, അവളുടെ ഈവൻ കണ്ടോ ഒരു റാ വരെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്, അവളുടെ പാൻറ്റീസ് ഉണ്ട്, സോക്സ് ഉണ്ട്, എല്ലാം കൂടെ ഈ ഒരു പൗച്ചിനകത്ത് ഞാൻ വെച്ചേക്കുക. ഈ ഒരു പൗച്ചിനകത്ത് ഇതെല്ലാം കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഈ പൗച്ച് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ്. കണ്ടോ, അത്രയും സാധനങ്ങൾ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ടും അതിനകത്തിരുന്നു. ഇതെന്താണെന്നറിയോ, ഇത് കുറച്ച് എമർജൻസി ടാബ്ലറ്റ്സ് ആണ്. നമ്മുടെ പെനഡോള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് എമർജൻസി ടാബ്ലറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ഒരു യൂസ് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി എൻ്റെ അടുത്ത സാധനം, ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ എവിടെ പോയാലും ഞാൻ ഇങ്ങനെ തന്നെ ഈ പാക്കറ്റ് ഞാൻ ഒരിക്കലും അൺബോക്സ് ചെയ്യാറില്ല. ഇത് പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു ബാഗാണ്. ഇതിനകത്ത് ഇതിങ്ങനെ തൂക്കിയിടാം നമുക്ക് എവിടെ വേണമെങ്കിലും. ഈ ഹാങ്ങറിൽ പിടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാമാണ് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ 2 പേരുടെയും ബ്രഷ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, അതിവിടെ ചുമ്മാ വെച്ചിരിക്കുകയാണ്. ഒരു പൗച്ചിനകത്ത് മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം പെർമനൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുത്ത് മാറ്റുന്നില്ല, കാരണം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചു. ചീപ്പ് ഇതിനകത്ത് ഞങ്ങളുടെ എൻ്റെയും മോളുടെയും ഹസ്ബൻഡിൻ്റെയും ചീപ്പുകൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പൊട്ട് വരെ. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം പെർമനൻ്റ് ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു സാധനത്തിനും ഈവൻ സേഫ്റ്റി പിൻ വരെ ഇതിനകത്തുണ്ട്. ഇതൊന്നും എനിക്ക് തപ്പി അന്വേഷിച്ച് പെട്ടെന്ന് ഞാനൊരിടത്ത് പോകുമ്പം ഇതൊന്നും എടുത്തോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ആവശ്യമില്ല. ഞാനിത് പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിത് എടുക്കാൻ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് ഫോർ ഷുവർ എനിക്ക് ഉറപ്പാണ്. മനസ്സിലായോ? അതെ, ഞാനിതും ഇങ്ങനെ എടുത്ത് വെച്ചു. ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ എക്സ്ട്രാ പെയർ ഡ്രസ്സ് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളിവിടെ നിട്ടുകൊണ്ട് പോകുന്നു, കൂടാതെ നമ്മളൊരു പെയർ എക്സ്ട്രാ ഡ്രസ്സ് നമുക്ക് എടുക്കണം. ഇത് കണ്ട, ഇതിൻ്റെ പുറത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഇതെല്ലാം. ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് വെക്കുന്ന ഇതാണ്. ഞാൻ ഈ പൗച്ച് വാങ്ങിച്ചത് ലുലു എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ
ഈ പൗച്ച് ലുലുന്നും മറ്റേ ഗ്രേ കളർ പൗച്ച് ഞാൻ ആമസോണിൽ നിന്നുമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ആദ്യം ലുലുന്ന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തികയുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് എക്സ്ട്രാ പെയർ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ലുലുവിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ടോ ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. അതെ, ഇതിനകത്ത് നമ്മൾ തേച്ച ഡ്രസ്സുകൾ എന്റെയും ഹസ്ബൻഡിന്റെയും മാത്രമാണ്. ഞങ്ങൾക്ക് നൈറ്റിൽ ഇടാനുള്ളതുണ്ട്, ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ പകലിടാനുള്ളതുണ്ട്. എല്ലാ ഡ്രസ്സുകളും ഇതിനകത്ത് ഇങ്ങനെ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റി. നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു കാരണവശാലും കണ്ടോ, ഒരു കാരണവശാലും ഈ ഡ്രസ്സ് ഒരു ചുളിവ് പോലും പറ്റില്ല. നല്ല ഭംഗിയായിട്ട് ഇതിവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോളും. നമ്മുടെ ഡ്രസ്സ് അവിടെ ഇട്ട് വലിച്ചു വാരി ഇട്ട് അത് ചീത്തയായിപ്പോയി എന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു, സേഫായിട്ട് അത് അവിടെ ഇരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്രയും സാധനങ്ങളെ ഞാൻ വയ്ക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് വെച്ചു. ഇനി ഇത് ഞാൻ അങ്ങോട്ട് ലോക്ക് ചെയ്തിട്ട്, ആക്ച്വലി കുറച്ച് സാധനം കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ആവശ്യമുള്ള ഇനി പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് വെക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇതങ്ങ് ലോക്ക് ചെയ്യാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ നനയുന്ന കുറേ തുണികളുണ്ട്, അല്ലെങ്കിൽ ലോണ്ടറി തുണികൾ ഒത്തിരി ഉണ്ടാവും എന്നുള്ളതുണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സ്ട്രാ പൗച്ചുകൾ നമുക്കെടുത്ത് പെട്ടിക്കകത്തിടാം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇത് മുകളിലുള്ള കള്ളിയിലാണെങ്കിലും ഇട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെയുള്ള ഈ കള്ളിക്കകത്ത് ഞാനൊരു എക്സ്ട്രാ പൗച്ച് എടുത്തിടുവാണെങ്കിൽ എനിക്കത് അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കണ്ടോ, ഇതിങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് അവിടെ സേഫായിട്ട് അവിടെ ഇരുന്നോളും. എനിക്ക് അതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഇരുന്നോളും. ഞാനത് തിരിച്ചു വരുമ്പോൾ എനിക്ക് എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യാം. എൻ്റെ സിബിന് എന്താ പറ്റി, എടുക്കാതെ വെച്ചിരുന്നുണ്ടോ? കണ്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ ഒരു ചെറിയ ബാഗ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിനകത്ത് എനിക്ക് വേറെ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം കുറച്ച് മോൾക്കുള്ളത് കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ വേറൊരു ബാഗിനകത്തും കൂടെ അത്യാവശ്യം സാധനങ്ങളും കൂടെ എടുത്ത് വെക്കാമെന്ന് വെച്ചു. കണ്ടോ, ഇതൊരു ചൂരലിൻ്റെ ബാഗാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തു വെക്കാൻ പോകുന്നത് ഇത് സ്ലിപ്പേഴ്സാണ്. കവറിൻ്റെ പുറത്തുണ്ട് സ്ലിപ്പേഴ്സ്. ഞങ്ങളുടെ 3 പേരുടെയും ഇട്ടുകൊണ്ട് പോകുന്നതല്ലാതെ ഓരോ പേര് സ്ലിപ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. കണ്ട. അപ്പോൾ സ്ലിപ്പേഴ്സ് ഞാൻ ആദ്യം ഇതിൻ്റെ അടിയിൽ, ഇതിനകത്തുള്ളത് ടോയ്ലറ്ററീസാണ്. നോക്കൂ, ടോയ്ലറ്ററീസ് എല്ലാം ഉണ്ട്. സോ നമ്മുടെ ഷവർ ജെല്ല്, ഷാംപൂ, ബോഡി ലോഷൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. കണ്ട. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു റബ്ബർ അവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ആ റബ്ബറിൽ നമുക്കിങ്ങനെ എല്ലാം ഫിക്സ് ചെയ്യാം. ഇത് നമ്മുടെ കാച്ചിയ എണ്ണയാണ്. കാച്ചിയ എണ്ണ പോലെ ഒരു കുഞ്ഞ് ട്രാവലിംഗ് പൗച്ച് പോലത്തെ ട്രാവലിംഗ് ബോട്ടിൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രാവലിംഗ് ബോട്ടിൽസിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു വലിയ ബോട്ടിലിനകത്തുള്ള ഷാമ്പൂ, ലോഷനോ ഷവർ ജെല്ലോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതാ നോക്കി, ഇത് നമ്മുടെ ട്രാവലിംഗിന് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ബോട്ടിൽസാണ്. ഇങ്ങനത്തെ ബോട്ടിൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ബോട്ടിലിനകത്ത് കണ്ടോ, ഇത് ഞാൻ ഇതിന് മുമ്പ് പോയപ്പോൾ ലോഷൻ എടുത്തിരുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലിനകത്തേക്ക് നിറച്ച് നമ്മൾ ഇതുപോലുള്ള എവിടെയെങ്കിലും ഒരു ചെറിയ പൗച്ചിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് കിട്ടും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ബോട്ടിലുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് ആണ് എടുത്തു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വേണ്ട സാധനങ്ങളെല്ലാം ആയോ എന്ന്. മെയിൻ ഇന്നർ ഗാർമെൻറ്റ്സ് അതെല്ലാം എടുത്തു. പിന്നെ അടുത്തത് ഇടാനുള്ള ഡ്രസ്സ്, നെക്സ്റ്റ് ഡേ ഇടാനുള്ള ഡ്രസ്സ് അതെടുത്തു. പിന്നെ നമുക്ക് രാത്രിയിൽ ഇടാനുള്ള ഡ്രസ്സ് അതെടുത്തു. ഇൻക്ലൂഡിങ് മോളുടെ 3 പേരുടെയും എടുത്തു വെച്ചോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതെടുത്തു. പിന്നെ നമുക്കിടാനുള്ള എക്സ്ട്രാ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് അതെടുത്തു. നമുക്ക് ആവശ്യമുള്ള ടോയ്ലറ്ററീസ് അതെടുത്തു. നമുക്ക് ആവശ്യമുള്ള മേക്കപ്പ് ഐറ്റംസ് അതെടുത്തു. ഇനി എന്താ നമുക്ക് എടുക്കാനുള്ള? ഇനി എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇനി നമുക്ക് എടുക്കാനുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ? അടുത്ത് നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസും കൂടി എടുത്തു വയ്ക്കാം. എന്താ, ഞാൻ ചുമ്മാ മോക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ബിസ്ക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വേറെയും ഞങ്ങൾ 3 ഫാമിലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്
മക്കൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഒന്ന് കരുതി കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കുറച്ച് പഴവും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അത് മാത്രമേ ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ പ്ലാസ്റ്റിക് ഫ്രീ ആകുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പ്ലാസ്റ്റിക് ഫ്രീ ആകാൻ. എനിക്കൊരു ഡിസ്പോസ് ചെയ്യാൻ അവിടെ കൊണ്ടുപോയി ഞാൻ കളയാനുള്ള ഒരേ ഒരു കളയുക എന്നുള്ള ഒരു പർപ്പസിനുള്ള ഒരേ ഒരു പ്ലാസ്റ്റിക് കവർ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതൊരു ചീത്തയാകുന്ന ഫുഡ് ഐറ്റം ആയതുകൊണ്ട് അതിനകത്ത് പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് അത് അങ്ങനെ തന്നെ എനിക്ക് ആ പ്ലാസ്റ്റിക് കവർ കളയാലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാനതൊരു പ്ലാസ്റ്റിക് കവറിൽ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഒരു സാധനം പോലും എനിക്ക് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടില്ല, മീൻസ് യൂസ് ചെയ്തിട്ടില്ല എന്നല്ല, എനിക്ക് കളയാനായിട്ട് ഞാൻ അവിടെ ഒരു വേസ്റ്റ് അവിടെ ഞാൻ വെറുതെ ഉണ്ടാക്കിയെടുത്തേ ഇല്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് എൻ്റെ ട്രൈപോഡ് വരും. നമുക്ക് വീഡിയോ എടുക്കണമല്ലോ പോകുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു ട്രൈപോഡ് വരും. പിന്നെ ഒന്നുമില്ല ആക്ച്വലി കൊണ്ടുപോകാനായിട്ട്. എല്ലാ സാധനങ്ങളും എടുത്തു. ഇത് മോളുടെ ബാഗാണ്. അവളെവിടെ പോയാലും അവളുടെ ഷോൾഡറിൽ അവളുടെ ബാക്ക് പാക്ക് ഒരെണ്ണം അവളുടെ ബാഗിൽ വേണം. അപ്പോൾ അതിനകത്ത് ഞാൻ അതുകൊണ്ട് ഒരു എമർജൻസി ആയിട്ട് ജസ്റ്റ് ഒരു ഡയപ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചുമ്മാ ഒരു ഒറ്റ ഡയപ്പർ മാത്രമേ ഉള്ളൂ, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആയിട്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അവൾക്ക് കുടിക്കാൻ ഒരിച്ചിരി വെള്ളവും വെക്കും. അത്രയും മാത്രമേ ഇതിനകത്ത് വെക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി ആയപ്പം സാധനങ്ങളെല്ലാം റെഡിയായി. ട്രൈപോഡിന്റെ കവർ അതിനകത്ത് എടുത്തു വെച്ചു, സോ ദാറ്റ് ഞാൻ ട്രൈപോഡ് മറക്കിയല്ല. പിന്നെന്താ ഉള്ളത്, ഇനി നമുക്കൊന്നുമില്ല. നമ്മുടെ ക്യാമറ ബാഗുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാമറ ആയിട്ട് തന്നെ കയ്യിൽ പിടിക്കും. ബാഗായിട്ട് ഷോൾഡർ ബാഗായിട്ട് തൂക്കിയിടുകയുള്ളൂ. ഇത് ക്യാമറ ബാഗാണ്. അപ്പോൾ അതവിടെ വെച്ചു. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ്, ക്യാമറയുടെ കൂടെ എടുത്തു വെക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ചാർജേഴ്സ് എല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഈ ക്യാമറ ബാഗിൻ്റെ തന്നെ മുകളിൽ കണ്ടോ, ഈ ക്യാമറയുടെ ചാർജർ ഇടുന്ന ഒപ്പം തന്നെ ഞാൻ ഈ ചാർജറുകളും കൂടെ എടുത്തങ്ങ് വെക്കും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്നും അന്വേഷിച്ച് നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും മറന്നു പോവില്ല, നമുക്കൊന്നും അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും നമ്മുടെ പെട്ടി ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പെട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെട്ടിയിലേക്കൊന്ന് നോക്കിക്കേ, എന്ത് പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് പെട്ടിയാണെന്ന്. ഇതിനകത്തുനിന്ന് ഒരു സാധനം എടുക്കാനായിട്ട് ഒന്നും അന്വേഷിച്ച് തപ്പേണ്ട ആവശ്യമില്ല. ഇട്ട് കുത്തി മറിച്ച് നമുക്കൊരു സാധനവും തപ്പേണ്ട ആവശ്യമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഏതിനകത്തുണ്ടെന്ന്. അതിനകത്തുനിന്ന് സാധനം എടുക്കുക, തിരിച്ചത് അതിനകത്തേക്ക് വെക്കുക. വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നൊരു ഷോർട്ട് സ്റ്റേക്കേഷൻ പെട്ടിയാണിത്. അപ്പോൾ നിങ്ങളും ഇത് അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഒരു ട്രാവലിംഗ്, ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങൾ വെൽ പ്ലാനായി വെൽ അറേഞ്ച് ആയി ചെയ്യുകയാണെങ്കിൽ ഇതിലും ചെറിയ ട്രിപ്പുകളും ഇതിലും വലിയ വലിയ ട്രിപ്പുകളും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടും അറേഞ്ച്ഡ് ആയിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊരു നിങ്ങളുടെ ലൈഫിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡിഫറൻസ് നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായി കാണാം. ടിൽ ദെൻ ബൈ.